വയനാട് ദുരന്ത നിവാരണ ഫണ്ട് വകമാറ്റി. ഫണ്ട് ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് 6 ലാപ്ടോപ്പുകളും ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനും വാങ്ങി. മുൻകരുതൽ ശേഷി വികസന ഫണ്ടിൽ നിന്നാണ് വകമാറ്റൽ. വകമാറ്റലിന്റെ രേഖകൾ 24-ന് അജ്മൽ ദറാർ വീണ്ടും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, ഗുഡ് ഈവനിംഗ് അഗെയിൻ. വളരെ കഷ്ടമാണ്, കാരണം വയനാട് ദുരന്ത നിവാരണ ഫണ്ട് അത് വകമാറ്റി ഉപയോഗിക്കുന്നു. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് 6 ലാപ്ടോപ്പുകളും ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനും വാങ്ങാനാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രേഖകൾ പ്രകാരം എന്താണ് നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 6 laptops with the specification detailed below, along with 1 heavy duty photocopier machine എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയതിൻ്റെ കോപ്പികളും അതുപോലെ ഈ പർച്ചേസിങ് നടത്തിയതിൻ്റെ പർച്ചേസിങ് ഓർഡറുകളും മറ്റുള്ള പല രേഖകളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൃത്യമായിട്ട് വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ 788 കോടി രൂപ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് CMDRFിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം വയനാട് പാക്കേജ് അല്ലെങ്കിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച് നൽകിയപ്പോൾ വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരം ദുരന്ത നിവാരണ ഫണ്ടുകൾ ആ ദുരന്ത നിവാരണ ഫണ്ട് ആ ദുരന്തം നടന്ന സ്ഥലങ്ങളിലും ആ ആളുകൾക്കും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള മാനദണ്ഡങ്ങളും നിലനിൽക്കുമ്പോൾ കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് അല്ലേ, ആ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ലാപ്ടോപ്പുകൾ വാങ്ങാനും ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകൾ വാങ്ങാനും വേണ്ടിയിട്ട് ദുരന്ത നിവാരണ ഫണ്ട് വയനാട്ടിലെ ദുരിതബാധിതരെ കൈപ്പിടിച്ചുയർത്താൻ കേരളത്തിൻ്റെ പൊതുസമൂഹം നൽകിയ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ചെലവഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ സർക്കാർ രേഖകൾ ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് വരുമ്പോൾ തന്നെ വയനാട്ടിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ആ വാർത്ത കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ടിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റിയതിൻ്റെ കഥയാണ് വരുന്നത്. അത് ചെയ്തതിൻ്റെ പേരിൽ 3 പേരെ ഈ കുടുംബശ്രീ മിഷനിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ആ 3 പേരും ഒരാൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്, മറ്റൊരാൾ DYFIയുടെ നേതാവാണ്, മറ്റൊരാൾ ഈ പറയുന്ന ലോക്കൽ കമ്മിറ്റി അംഗമാണ്. പാർട്ടിയിലെ സഖാക്കളാണ്. അയ്യപ്പ അയ്യപ്പ എന്ന് പറയുന്നത് പോലെ എല്ലാം സഖാക്കളാണ്. അധികാരത്തിൻ്റെ മറവിൽ കേരളത്തെ കൊള്ളയടിക്കുകയായിരുന്നു. ആ അധികാരം ഉപയോഗിച്ച് കേരളത്തെ കൊള്ളയടിച്ചതിൻ്റെ ഓരോ കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അത് ഈ ദുരന്തം നടന്ന ഇടത്ത് അവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അവിടെ ദുരന്തങ്ങൾ മുൻകൂട്ടി കാണുന്ന സംവിധാനങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ, അതുപോലെ ഈ ദുരന്ത നിവാരണ സേനകൾ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ടീം, അതല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ സാധാരണക്കാരായുള്ള ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ദുരന്ത നിവാരണ സേന എന്നൊക്കെ പറയുന്ന രീതിയിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിക്കാവൂ എന്ന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉള്ളപ്പോഴാണ് സെക്രട്ടേറിയറ്റിലേക്ക് ലാപ്ടോപ്പ് വാങ്ങാനും ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, ഹെവി ഡ്യൂട്ടി ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അത് വാങ്ങാനും വേണ്ടിയിട്ട് വയനാട്ടിലെ ദുരിതബാധിതരെ അവർക്കൊരു കൈത്താങ്ങാവാൻ വേണ്ടി കേരളം നൽകിയ പണം സർക്കാർ കൊള്ളയടിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് 788 കോടി രൂപ വന്നു. ഈ പണം സർക്കാർ അടിച്ചു മാറ്റിയിട്ടുണ്ട് പിണറായി വിജയൻ എന്നുള്ളത് മുൻപേ പലരും പല രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ്
വയനാട്ടിലെ ദുരിതാശ്വാസം അല്ലെങ്കിൽ അവരുടെ റിഹാബിലിറ്റേഷൻ പുനരധിവാസം അത് ഇന്ന് വരെ പൂർത്തിയാവാത്തതിൻ്റെ കാരണം 788 കോടി രൂപ കയ്യിൽ വന്നിട്ട് പിണറായി വിജയൻ സർക്കാരാണ് തുടങ്ങി വെച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ചത് എന്നല്ല, ഇവിടെ വരെ ഒരു അവസാനം ഇപ്പോൾ 1 മാസമായിട്ടാണ് സർക്കാർ മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ തുടങ്ങി വെച്ച ആ നിമിഷത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പുനരധിവാസത്തിൻ്റെ ഈ ടൗൺഷിപ്പിൻ്റെ ആകെ നിർമ്മാണ തുക 299 കോടി എന്നാണ് പിണറായി വിജയൻ അവകാശപ്പെട്ടത്. ഇനി അവകാശപ്പെട്ട പണം നമ്മൾ അങ്ങോട്ട് വാദത്തിൽ അംഗീകരിച്ചു കൊടുത്താലും 788 കോടി രൂപയിൽ പിന്നെയും ബാക്കിയുണ്ട് 489 കോടി രൂപ അല്ലേ? ഇത്രയും പണമുണ്ടായിട്ട് ദുരന്തം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും ഈ ടൗൺഷിപ്പ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പകുതി പോലും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ജനങ്ങളോട്, ആ ദുരിതബാധിതരോട് യാതൊരു രീതിയിലുമുള്ള ഒരു തരത്തിലുമുള്ള ആത്മാർത്ഥതയോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. ശവം തൂക്കികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ദുരിതബാധിതരെയും മരണപ്പെട്ടു പോയ മനുഷ്യരെയും അവരെ നഷ്ടപ്പെട്ട കുടുംബത്തെയും ഒക്കെ നമ്മൾ അപമാനിക്കുന്നതിന് തുല്യമായി പോകും. അതുകൊണ്ട് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്താണെങ്കിലും വിജയ, ഉളുപ്പെന്ന് പറയുന്നത് ജീവിതത്തിൽ തീരെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളത് വിജയൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ ഓരോന്നായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അധികാരം ഉപയോഗിച്ചുകൊണ്ട് മൂടി വെച്ച് മറപിടിച്ച് അധികാരത്തിൻ്റെ മറപിടിച്ച് നടത്തിയ കൊള്ളകൾ ഇപ്പോൾ ഓരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഓരോന്നായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര കൃത്യമായിട്ട് വളരെ ആസൂത്രണത്തോടു കൂടി ആ പുനരധിവാസം നടത്തേണ്ടതിന് പകരം ഇത്രയും പണം കേരളത്തിൻ്റെ പൊതുസമൂഹം നൽകിയിട്ട് വളരെ ആസൂത്രണത്തോടു കൂടിയും വളരെ വേഗത്തിലും നടപ്പിലാക്കേണ്ട പുനരധിവാസം ആ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുന്നതിന് പകരം ചെയ്തത് ആ പണം എങ്ങനെ നക്കാം എന്നുള്ളത് വളരെ വേഗത്തിലും വളരെ കൃത്യമായിട്ടും ചെയ്യുന്ന പിണറായി വിജയനാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണല്ലോ ഇത്തരം ഒരു ടൗൺഷിപ്പ് 2 വർഷമായിട്ടും അതിൻ്റെ പകുതി പോലും എത്താത്ത രീതിയിൽ ഇങ്ങനെ മന്ദീഭവിച്ചു പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതാണല്ലോ. കൃത്യമല്ലേ? അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി, കേരളത്തിൻ്റെ പൊതുസമൂഹം അവരുടെ മുന്നിൽ ഒരു ദുരന്തത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ ദുരന്തം, ആ വേദന, ആ സങ്കടം, ആ നഷ്ടം, അതിനെയൊക്കെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞ് പണം പിരിവ് നടത്തി ജനങ്ങളുടെ ആ ഒരു എന്താ പറയേണ്ട സിമ്പതിയെ കാശാക്കി മാറ്റി, പണമാക്കി മാറ്റി, അത് വാങ്ങി നക്കാൻ ഉളുപ്പ് ലവലേശമൊന്നും പോരല്ലോ പിണറായി വിജയന്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഈ പുറത്തേക്ക് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. എല്ലാം സഖാക്കളാണ്. കട്ടുമുടിച്ച് നക്കിയത് സഖാക്കളാണ്. മുക്കുക, നക്കുക, തൂറുക, ഇത് തന്നെ പരിപാടി. അല്ലെങ്കിൽ ഒരു ദുരന്തം നടന്ന് നിങ്ങൾ ആ ദുരന്ത ഈ CMDRFൻ്റെ ഒരു 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 രീതി നോക്കൂ നിങ്ങൾ. ദുരന്തം നടന്ന് വിത്തിൻ ഡേയ്സ്, ഒരു 10 ദിവസം പോലും എടുത്തില്ല, അതിനുള്ളിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം സമാഹരിച്ച് നൽകിയത് 788 കോടി രൂപയാണ്. ചില്ലറയൊന്നുമല്ല, 788 കോടി രൂപ. ആ 788 കോടി രൂപ കിട്ടിയിട്ട് ഇതുപോലെയുള്ള ഇപ്പോൾ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം ഈ 3 ഇടങ്ങളിലെയും എല്ലാ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാൻ വേണ്ടതായതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം സമാഹരിച്ച് നൽകി. എന്തൊരു കാര്യത്തിനും തടസ്സമാകാറുള്ളത് പണമാണല്ലോ. ആ പണം
വിത്തിൻ ഡേയ്സ്, മാസങ്ങൾ പോലും എടുത്തില്ല, വിത്തിൻ ഡേയ്സ് കേരളത്തിൻ്റെ പൊതുസമൂഹം സമാഹരിച്ച് നൽകി. അങ്ങനെ സമാഹരിച്ച് നൽകിയ ആ പണം കയ്യിലുണ്ടായിട്ടും ഇതുപോലെ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ 3 ടൗൺഷിപ്പുകൾ നിർമ്മിക്കുവാനുള്ള സ്ഥിതി ഉണ്ടായിട്ടും ഒരൊറ്റൊന്നു പോലും 2 വർഷവും പിന്നിടുക, ഒരെണ്ണം പോലും പൂർത്തീകരിച്ചിട്ടില്ല. അതൊന്നും കയറി താമസിക്കുവാനുള്ള പര്യാപ്തമാകാതെ ഉദ്ഘാടനം നടത്തി ജനങ്ങളുടെ കയ്യിൽ പൊടിയിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഞാനാണ് നിങ്ങളുടെ തന്ത എന്ന് പറയാൻ മാത്രം ശുഷ്കാന്തി കാണിച്ച പിണറായി വിജയൻ ഈ ടൗൺഷിപ്പിൻ്റെ മറവിൽ കൊള്ള നടത്തുകയായിരുന്നു എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടൗൺഷിപ്പിൻ്റെ മറവിൽ കൊള്ള നടത്തുകയായിരുന്നു. ടൗൺഷിപ്പിനെ ഉപയോഗിച്ച് എങ്ങനെ ഈ 788 കോടി രൂപ നക്കി തീർക്കാം എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ആലോചനകൾ അത്രയും. അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? എന്നിട്ട് പറഞ്ഞതോ പാടി നടന്നതോ ബോർഡ് വെച്ചതോ ഞാനല്ലാതെ മറ്റാരുണ്ട്? അതെ, വിജയനല്ലാതെ മറ്റാരുമില്ല. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാൻ അതും പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. അതിന് മാത്രമേ പിണറായി വിജയൻ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മാത്രമേ പിണറായി വിജയൻ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കും ഒരു 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 ഉൾവലിവ്, ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുമല്ലോ. ആ ദുരന്തം നേരിൽ കണ്ട വ്യക്തിയാണ് ഈ പറയുന്ന പിണറായി വിജയൻ. ദുരന്തം നടന്ന പിറ്റേ ദിവസം അവിടം ചെന്ന് സന്ദർശിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ. അത്രയും ഒരു വലിയ ദുരന്തം കണ്ടിട്ട്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ കണ്ടിട്ട്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ടിട്ട് ഒടുതുണിക്കും മറുതുണികളില്ലാതെ സ്കൂളുകളിൽ അഭയം പ്രാപിച്ച ആ 100 കണക്കിന് ആളുകളെ കണ്ടിട്ട്, ഇതൊക്കെ നേരിൽ കണ്ട വ്യക്തി പിണറായി വിജയനാണ്. എന്നിട്ടും ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിച്ചപ്പോഴേക്കും എടുത്തു കൊടുത്ത ആ ദുരന്ത നിവാരണ ഫണ്ടിൽ കൈയിട്ട് വാരണമെങ്കിൽ ആ മനുഷ്യൻ്റെ തൊലിക്കട്ടി എല്ലാം ഭൗതികതയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഭൗതികതയാണ്. ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല. പണം മുന്നിൽ കാണുന്നു, ഭൗതികതയാണ്, പണമാണ്, നക്കാനുള്ളതാണ്, ഇതാണ് ചിന്ത. അത് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരൻ നൽകിയതാണെന്നോ, ആ പാവങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്നോ, അവറ്റകൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആയവരാണെന്നോ, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം കുത്തിയൊലിച്ച് പോയവരാണെന്നോ ഒരു പരിഗണനയുമില്ല. മുന്നിൽ പണം കാണുന്നു, എങ്ങനെ നക്കാം, അതാണ് ചിന്ത. അത് മാത്രമായിരുന്നു ചിന്ത എന്നുള്ളതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ദുരന്തം നടന്ന് ഏതെങ്കിലും ഒരു വ്യക്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയേണ്ടത്, ഒരു കൂട്ടം ആളുകൾ, ഇവരുടെ കയ്യിലാണ് ഇപ്പം 788 കോടി രൂപ വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സിസ്റ്റവും സൗകര്യങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരുത്തൻ്റെ കയ്യിലാണ് ഇത് വന്നതെങ്കിൽ ഒരു 6 മാസം കൊണ്ട് മാക്സിമം ഞാൻ പറയുന്നത് 6 മാസം കൊണ്ട് ഈ പറയുന്ന ആളുകളെയൊക്കെ പുനരധിവസിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ഇത് 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും പിണറായി വിജയൻ 10 വർഷം ഭരിച്ചിട്ട് കേരളത്തിലുണ്ടായ ഒരു ദുരന്തത്തെ അതിൻ്റെ എന്താ പറയേണ്ടത് പ്രാപ്തിയോടുകൂടി പുനരധിവസിപ്പിക്കാൻ കഴിയാത്ത ഒരാൾ, അത് കേരളത്തിൽ പിണറായി വിജയൻ മാത്രമാണ്. അല്ലേ? 788 കോടിയൊന്നും വേണ്ടല്ലോ. ആ ഒരു ഒറ്റ ടൗൺഷിപ്പ് അതെങ്കിലും പൂർത്തീകരിച്ച് കാണിച്ചിരുന്നെങ്കിൽ. അതിന് 788 കോടി വേണോ? വേണ്ട. അതിൽ തന്നെ കൊള്ളയാണ്. 299 കോടി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കൊള്ളയാണ്. ഒരു ടെൻഡർ ഇല്ല, ഒരു കൊട്ടേഷൻ ഇല്ല, ഒന്നുമില്ല. ഒരാളെങ്കിലും അണ്ണാക്കിൽ തള്ളിയത് പിണറായി വിജയൻ. അപ്പോൾ അത്രയും 299 കോടി രൂപ പറയുന്നത് നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താലും അത്ര മതിയായിരുന്നു. 788 കോടി വന്നിട്ട്
ഈ പറയുന്നത് പൂർത്തീകരിക്കാൻ പിണറായി വിജയനെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനത് അത്ര മതിയായിരുന്നു. തനിക്കിതൊരു ആയുധം മാത്രമായിരുന്നു. അതിൽ കുറച്ചൊക്കെ എടുത്ത് ചെലവഴിച്ചിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനാണ് തന്ത എന്ന് പറയാനുള്ള ഒരു കാരണം, ഒരായുധം, അത് മാത്രമായിരുന്നു വയനാട്ടിലെ ദുരന്തം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. കൃത്യമായിട്ട് ഇത്തരം ചട്ടക്കൂടുകളും ഫ്രെയിം വർക്കുകളും മാനദണ്ഡങ്ങളും ഒക്കെ കൃത്യമായിട്ട് സർക്കാരിന് മുന്നിൽ ഉണ്ടായിട്ട് അതൊന്നും തനിക്കൊരു വിഷയമല്ല, ഞാനാണ് തീരുമാനിക്കുന്നത്, ഞാനാണ് രാജാവ് എന്നുള്ള രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കൊട്ടേഷൻ പോലുമില്ലാതെ വയനാട്ടിലെ ടൗൺഷിപ്പിലേക്ക് പിണറായി വിജയൻ കടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കോടികളുടെ അഴിമതിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേക്കുറിച്ചും വരും ദിവസങ്ങളിൽ കൃത്യമായ തെളിവുകൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്.